തലേന്ന് കിടക്കുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം എന്തായാലും ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഷോർട്സോ എടുക്കണമെന്ന്. കാരണം കുറേ ആയിട്ട് മോർണിംഗ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അപ്പൊ എഴുന്നേറ്റതും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ആയിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ കാലത്ത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവല് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് വന്നു. അപ്പോൾ ഏട്ടന് ചായ കൊടുത്തു. അപ്പോഴേക്കും ഏട്ടനും ഞാനൊക്കെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു പതിവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ട് ഉണ്ടാക്കാന്ന് കരുതിയിട്ട് അതിന് കുഴച്ച് നൂൽപുട്ട് ഉണ്ടാക്കാൻ കേട്ടോ. ചോറും കറിയൊക്കെ പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അമ്പലത്തിൽ പോകുന്നുണ്ട്. അമ്മയുടെ കുക്കിംഗ് ഒക്കെ കാലത്തേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എത്തുമ്പോഴേക്കും ഒരു 6-6:30 ആയിട്ടുണ്ടായിരുന്നു അടുക്കളയ്ക്ക്. എനിക്കും ഒഴിവുള്ള ദിവസമാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതും ഉണ്ടാക്കി എൻ്റെ ചായ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ചു നേരം കുടിക്കാനൊക്കെ ഇരുന്നു. അപ്പോഴേക്കും നൂൽപുട്ട് ആവിയൊക്കെ വന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 തട്ടും കൂടി നൂൽപുട്ടൊക്കെ വെച്ച് നൂൽപുട്ടിന്റെ കൂടെ ചിക്കനോ അല്ലെങ്കിൽ മുട്ടക്കറി ഇല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ടാ കരുതിയത്. അതിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അടിച്ചു വാരി തുടയ്ക്കുക അങ്ങനത്തെ ഒരു പരിപാടി എൻ്റെ സൈഡിൽ കൂടെ ചെയ്യുന്നത്. അപ്പോഴേക്കും 1-1.5 പണി കിട്ടി. ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കുറ്റി മാറ്റാണ് ചെയ്യുന്നത്. ഗ്യാസും കുറ്റി മാറ്റുമ്പോൾ കുറച്ചധികം പണി ഉണ്ടാവും കേട്ടോ. കാരണം അതിന്റെ അടിയെല്ലാം വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ. അമ്മ അങ്ങനെ എല്ലാ പ്രാവശ്യവും അടിയൊക്കെ അപ്പോഴാണ് വൃത്തിയാക്കാറ്. എന്ന് വെച്ചാൽ ഗ്യാസും കുറ്റിയുടെ അവിടെ എപ്പോഴും എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ചെയ്യായിരുന്നു. അമ്മയാണ് ഇട്ടൊക്കെ ഗ്യാസ് മാറ്റി വെക്കാനൊക്കെ പഠിപ്പിച്ചു തന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഗ്യാസൊക്കെ മാറ്റി വെക്കാനും തുടങ്ങിയത്. അടിച്ചൊരു തുടച്ചതിന് ശേഷം ഗ്യാസ് വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ടാ ചെയ്യുന്നത്. ഗ്യാസ് വെച്ചിട്ട് അവിടെ വട്ടത്തിലൊരു ഇരുമ്പ് കറ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരതി ഒരു പാടിളകി എൻ്റെ. പിന്നെ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്ത് വേഗം തള്ളി വെച്ചു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം മെല്ലെ ചെയ്യാന്ന് കരുതിയെങ്കിലും എനിക്ക് അമ്പലത്തിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്ലോ ആയിപ്പോയി എല്ലാതും. പിന്നെ നമ്മുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് പാലെടുക്കാണ്ടായിരുന്നു. മുട്ടക്കറിയാണേ. വീട്ടിൽ അച്ഛനും ഏട്ടനൊക്കെ ഉണ്ട്. ഏട്ടൻ കളിക്കാൻ പോയിരിക്കാണ് കേട്ടോ ക്രിക്കറ്റ്. അപ്പോൾ ഇവർ പോയി വരുമ്പോഴേക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് ആവാൻ വേണം. ഞങ്ങളൊരു 8-8:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ എഴുന്നേറ്റ് വന്നു. ഇന്ന് മുട്ടക്കറിയും നൂൽപുട്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയുമായി. അതായത് വേഗം പോയിട്ട് കുളിച്ചിട്ട് വരാമെന്ന് കരുതി. അപ്പോഴേക്കും ബെഡ്റൂമിലുള്ള പുതപ്പും വിരിപ്പൊക്കെ ആകെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കണ്ടായിരുന്നു. അതൊക്കെ ഒന്നും എടുത്ത് നീറ്റാക്കി കേട്ടോ. ഉണ്ണിക്കുട്ടനും ഉണ്ട് അമ്പലത്തേക്ക് പറഞ്ഞപ്പോൾ പിന്നെ വേഗം ഞങ്ങൾ രണ്ടുപേരും ചടപടോ ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തേക്ക് തന്നെ പോകുന്നത്. ക്ലീനിങ് കഴിഞ്ഞത് വേഗം പോയിട്ട് കുളിച്ചു വന്നു കേട്ടോ. ഉണ്ണിക്കുട്ടനും ഞാനും വേഗം കുളിച്ചു വന്നു. പിന്നെ ഓട്ടോട്ടായി കാരണം 9 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലത്ത് അടുത്തുള്ളൊരു അയ്യപ്പൻ്റെ അമ്പലത്തേക്കാണ് പോയത് കേട്ടോ. ഈ അമ്പലം കുറച്ച് കാലത്ത് അടഞ്ഞു കിടക്കുമായിരുന്നു. പിന്നെ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. ഇവിടെ കുറേ കെട്ടുകളൊക്കെ കണ്ടിട്ടോ. അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കാണാനും പോകാനൊക്കെ. പിന്നെ വീട്ടിൽ തിരിച്ചു വന്നതും മുട്ടക്കറിയും നൂൽപുട്ടും വേഗം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടൊന്നും ഞാൻ നൂൽപുട്ട് കഴിക്കില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അതിനും ഒരു മാറ്റമുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പൊ എല്ലാവർക്കും ബൈ.